സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറ് ഷോർട്ട് ടേമിലല്ല ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്. എന്നാൽ ഈ ഒരാഴ്ചയായിട്ട് എന്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 48,000 ലാഭം ഉണ്ടായിരുന്നത് ഇപ്പോൾ നെഗറ്റീവിലേക്കാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 7 മാസത്തോളമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങിയത് ജൂൺ മാസം തൊട്ടായിരുന്നു. എന്നാൽ വീണ്ടും ജൂലൈ ലാസ്റ്റോട് കൂടിയിട്ട് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് തന്നെ പതിക്കാൻ തുടങ്ങി. അതിപ്പോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും നല്ലൊരു റിട്ടേൺ ഉണ്ടായിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പോൾ അത് ലോസ് മേക്കിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, ഒരിക്കലും പാനിക് ആയിട്ട് നിങ്ങളുടെ സ്റ്റോക്സ് സെൽ ഓഫ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നല്ല സ്റ്റോക്കുകളാണ്, നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളാണെങ്കിൽ ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും അത് ഉയരാൻ തുടങ്ങും. സോ അത് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺസും കൂടിക്കൊണ്ടുവരും. നിങ്ങളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് എങ്കിൽ ഒരു കാരണവശാലും ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ പാനിക് ആയിട്ട് സെൽ ഓഫ് ചെയ്യരുത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്ഷമയാണ്. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പൊ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് പോകും. സോ ആ സമയത്ത് നമുക്ക് മാക്സിമം റിട്ടേൺസ് എടുക്കാൻ പറ്റും.